ഭീകരരെ നിലം പരിശാക്കി ഭാരതം. പഹൽഗാമിലെ മുറിവിന് മറുപടി നൽകിയപ്പോൾ തകർന്നത് ലഷ്കർ-ഇ തോയ്ബയുടെ ഭീകര കേന്ദ്രമായ മുറിദ്കയിലെ മർക്കസ് തൈബ കൂടിയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിനടുത്തായിരുന്നു ഇത്. മുംബൈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ്, ഡേവിഡ് ഹെഡ്ലി ഉൾപ്പെടെയുള്ള ഭീകരർക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം നടപ്പിലാക്കിയത്. 9 ഭീകര കേന്ദ്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലുമുണ്ട് സൂക്ഷ്മത. പാകിസ്ഥാന്റെ ഭീകര നഴ്സറി എന്നറിയപ്പെടുന്ന മുറിദ്കയിലെ ലഷ്കർ-ഇ തൈബ ആസ്ഥാനവും അങ്ങനെയൊരു തിരഞ്ഞെടുപ്പാണ്. ലാഹോറിൽ നിന്നും 40 കിലോമീറ്റർ അകലെ മുറിദ്കയിൽ 200 ഏക്കറിൽ നിലനിന്ന മർക്കസ് തൈബ ലഷ്കർ-ഇ തൈബയുടെയും ജമാഅത്ത് ഉദ്വയുടെയും ആസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രവുമാണ്. 2000-ലാണ് ഈ ഭീകര കേന്ദ്രം സ്ഥാപിതമായത്. അൽ ഖ്വയ്ദ ഭീകരൻ ഒസാമ ബിൻ ലാദൻ 10 മില്യൺ രൂപ ഈ കേന്ദ്രത്തിന് സംഭാവന നൽകിയിരുന്നു. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് പരിശീലനം നൽകുന്നതിനാണ് മർക്കസ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അതായത് പാക് ചാര സംഘടനയായ IS-ൽ നിന്നും നേരിട്ട് പരിശീലനം നേടിയ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് ഭീകര പരിശീലനം നൽകിയ ഇടം. പാകിസ്ഥാനിലും വിദേശത്തുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇവിടെ നിന്നും ആയുധ പരിശീലനം നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സായുധ ജിഹാദി പ്രവർത്തനങ്ങളിലേക്ക് നിർബന്ധിച്ച് എത്തിക്കുന്നതിലും ഭീകരരാക്കുന്നതിലും ഈ മർക്കസിന് വലിയ പങ്കുണ്ട്. ഇതാണ് ഭാരതസേന തകർത്തത്. ഭീകരതയോട് സന്ധിയില്ല എന്ന പ്രഖ്യാപനം പ്രായോഗികമാക്കിയതും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. എന്തുകൊണ്ടാണ് ഭാരതം ഇത്ര വലിയ കരുത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് അല്പസമയം മുമ്പ് നടന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഉൾപ്പെടെയുള്ളവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വളരെ കൃത്യമായി പാകിസ്ഥാൻ ഭീകരതയുടെ താവളം എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ആ താവളങ്ങൾ നോക്കി തന്നെ വളരെ കൃത്യമായ ആക്രമണമാണ് ഭാരതസേന നടത്തിയത്. 9 ഇടങ്ങൾ, അത് ലഷ്കർ-ഇ തൈബയുടെയും ഈ ഭീകരവാദികളുടെ വിളനിലമായി, അവരുടെ നഴ്സറിയായി പരിഗണിക്കപ്പെടുന്ന പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള 9 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വളരെ കൃത്യമായ ആക്രമണം ഭാരത സേനയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിന്റെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ വിഷയത്തിൽ ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം? നീലിമ, ഈ പ്രസ് ബ്രീഫിങ്ങിൽ വളരെ കൃത്യമായി വിക്രം മിസ്രി പറഞ്ഞതും അതുപോലെ തന്നെ സേനയുടെ പ്രതിനിധികൾ, അതായത് കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ പ്രസ് ബ്രീഫിങ്ങിൽ പങ്കെടുത്തത്. ഈ പ്രസ് ബ്രീഫിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം വിക്രം മിസ്രി പറഞ്ഞത് വളരെ കൃത്യമായി, ആദ്യം തന്നെ വ്യക്തമായ ഒരു ഭാഷയിൽ തന്നെ പറഞ്ഞത്, മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് പഹൽഗാമിലേത്. ജമ്മു കാശ്മീരിൽ നിലവിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ടൂറിസ്റ്റുകൾ, മില്യൺ കണക്കിന് ടൂറിസ്റ്റുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ആ സമാധാനം നിലനിൽക്കുന്നത് തകർക്കാനുള്ളൊരു നീക്കമായിരുന്നു ഇതിന് പിന്നിൽ നടന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് ജമ്മു കാശ്മീരിൽ തുടർന്ന് വരുന്ന ആ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് നടത്തിയത് എന്നാണ്. അതുപോലെ തന്നെ ഈ TRF എന്ന് പറയുന്ന സംഘടന ലഷ്കർ-ഇ തൈബയുമായി ചേർന്ന് നടത്തിയ ഒരു ആക്രമണമാണ്. ഈ TRF എന്ന് പറയുന്ന സംഘടനയെ, അല്ലെങ്കിൽ ഈ ഭീകര സംഘടന ഈ ലഷ്കർ-ഇ തൈബയുടെയും അതുപോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെയും മുഖമായി മേഖലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് 6 മാസം മുമ്പ് വരെ പല റിപ്പോർട്ടുകളിലും കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സംഘടന ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. ഭീകരവാദത്തെ തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളുടെ ആ ഒരു ഓർഗനൈസേഷനെ തെറ്റിദ്ധരിപ്പിച്ച് ഗ്രേ ലിസ്റ്റിൽ നിന്നും പിന്മാറുമ്പോഴും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഫണ്ടിങ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനും ഫണ്ടിങ് നടത്തിയിരുന്നു. എങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ ലോകത്തുള്ള സംവിധാനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും പാകിസ്ഥാനെ വളരെ കൃത്യമായ നീക്കങ്ങൾ നടത്താൻ സാധിച്ചുവെന്നും വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ആക്രമണം നടത്തിയവർക്കെതിരെ പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാനും
ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സിംല കരാറിലും ലാഹോർ പ്രഖ്യാപനത്തിലുമുള്ള ഭാരതത്തിൻ്റെ അവകാശങ്ങൾ പ്രയോഗിക്കുകയാണ് ചെയ്തത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ഭീകരതയ്ക്കെതിരായ ഭാരതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് നടന്നത് എന്നും അവർ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ ഘടകം ഈ ഐ വിറ്റ്നസിൻ്റെ ആക്രമണത്തിന് സാക്ഷികളായവരുടെ വാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങളിൽ നിന്നും കൃത്യമായി ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഭാരതം കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇനിയും ഈ രീതിയിലുള്ള ആക്രമണം, അതായത് പെഹൽഗാം പോലുള്ള ആക്രമണം, അന്നേ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്, പെഹൽഗാം പോലുള്ള ആക്രമണങ്ങൾ തുടർന്നും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ നടന്ന ഈ കൃത്യമായ ആക്രമണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സൈനിക മേധാവികളുടെ അല്ലെങ്കിൽ സൈനിക പ്രതിനിധികളുടെ വിശദീകരണം തീർച്ചയായും എടുത്തു പറയേണ്ടത് 2 വനിതകളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രസ് ബ്രീഫിങ്ങിൽ പങ്കെടുത്ത് ഈ സൈന്യത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ തന്നെ മിലിറ്ററി ആർമിയുടെ ഭാഗത്തു നിന്ന് സോഫിയ ഖുറേഷിയുമാണ് പങ്കെടുത്തത്. ഇവർ രണ്ടുപേരും വളരെ കൃത്യമായി പറഞ്ഞത് 9 ഭീകരതാവളങ്ങളെ ലക്ഷ്യമിട്ടു. 3 പതിറ്റാണ്ടുകളായി ഈ ഭീകരതയെ വളർത്തുന്നൊരു നീക്കം പാകിസ്ഥാൻ നടത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാർത്തകളെല്ലാം കേട്ടതുപോലെ ലഷ്കർ എ തൈബയുടെ ചാവേറുകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അതുപോലെ തന്നെ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവരും ഈ മാപ്പിൽ കാണുന്നത് പോലുള്ള പ്രദേശങ്ങളിലുള്ള ഈ മർക്കസുകളിലെല്ലാം ചേർന്ന് പ്രവർത്തിച്ചാണ് അവരെ ഈ റാഡിക്കലൈസ് ചെയ്തതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ചാവേർ ബോംബുകളായി പ്രവർത്തിക്കുന്നതിനുൾപ്പെടെ പരിശീലനം നൽകുകയും ചെയ്തത്. അതുപോലെ തന്നെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇന്ന് കാണാൻ സാധിക്കുന്നത് ഭീകര കേന്ദ്രങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഈ ടാർഗറ്റഡായ ഏരിയകളിൽ ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ നിലംപരിശാകുന്ന, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഭീകരതാവളങ്ങൾ മണ്ണിടിയുമെന്ന് പറഞ്ഞ അതേ ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചായിരുന്നു അവർ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, അതായത് പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി അസറ്റിനെയും ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തുടർന്നും പാകിസ്ഥാൻ്റെ അതിസാഹസങ്ങളെ എന്ന വാക്കാണ് വളരെ കൃത്യമായി വ്യോമസേനയുടെ പ്രതിനിധിയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞത്. പാകിസ്ഥാൻ്റെ അതിസാഹസങ്ങളെ നേരിടാൻ എന്നും ഭാരതത്തിൻ്റെ സൈന്യം സജ്ജമെന്ന ആത്മവിശ്വാസത്തോടെയുള്ളൊരു വാക്കുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു പ്രസ് ബ്രീഫിംഗ് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്.